ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സഞ്ജന വി. നമുക്കിന്ന് സ്കിൻ റെജുവനേഷന് സഹായിക്കുന്ന ഒരു ഓയിലിനെ കുറിച്ച് പറയാം. ആൽമണ്ട് ഓയിൽ അഥവാ ബദാം എണ്ണ. ആൽമണ്ട് ഓയിൽ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ റെജുവനേഷന് സഹായിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആൽമണ്ട് ഓയിലിനെ പറ്റി പറയുന്നതിൻ്റെ മുമ്പേ സ്കിന്നിൻ്റെ റീജനറേഷൻ അഥവാ സ്കിന്നിൻ്റെ റെജുവനേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. സ്കിൻ റെജുവനേഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് സ്കിൻ ഏജിങ്ങിനെ കുറിച്ച് പറയണം. സ്കിൻ ഏജിങ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന് പുറമേയുള്ള കാരണങ്ങളാൽ, അതായത് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്, നമ്മുടെ സൂര്യപ്രകാശം, അതുപോലെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഈ പരിസ്ഥിതിയിൽ നിന്നുള്ള ടോക്സിൻസ്, അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട്, പുറമേ നിന്നുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജ്, അതാണ് എക്സ്ട്രിൻസിക് ഏജിങ്. അതുകൂടാതെ നമുക്ക് സ്വാഭാവികമായി ഏജിങ് സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന സ്കിന്നിലുള്ള വ്യത്യാസത്തെയാണ് ഇൻട്രിൻസിക് ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടും നമ്മുടെ സ്കിന്നിൽ ഡാമേജസ് വരാം, അല്ലെങ്കിൽ സ്കിന്നിൽ റിങ്കിൾസും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാം. സ്കിന്നിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഏജിങ് കാരണം ഉണ്ടാവാം. രണ്ട് ടൈപ്പ് ഏജിങ് കൊണ്ടും ഉണ്ടാവാം. ആദ്യത്തേത് മറ്റു പുറമേ നിന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണെങ്കിൽ അതിന് എക്സ്ട്രിൻസിക് ഏജിങ് എന്നാണ് പറയാം. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രത്യേകിച്ചും സൂര്യപ്രകാശം തന്നെയാണ് എക്സ്ട്രിൻസിക് ഏജിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതിനെയാണ് നമ്മൾ ഫോട്ടോ ഏജിങ് എന്ന് പറയുക. സൂര്യപ്രകാശത്തിലെ UV റേസ് സ്കിന്നിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് വളരെ തീവ്രമായ പ്രശ്നങ്ങളാണ് സൂര്യപ്രകാശത്തിലെ UV റേസ് നമ്മുടെ ഫേഷ്യൽ സ്കിന്നിൽ പ്രത്യേകിച്ചും ഉണ്ടാക്കുന്നത്. ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തെ സ്കിന്നിനേക്കാൾ, അതായത് ചർമ്മത്തേക്കാൾ ഫേഷ്യൽ സ്കിൻ കുറച്ചും കൂടെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിസിബിൾ ആവും. വളരെ പെട്ടെന്ന് തന്നെ പിഗ്മെൻറ്റേഷനും ടാനിങ് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൂടാതെ ഫ്രീ റാഡിക്കൽ ഡാമേജ് സ്കിന്നിനുണ്ടാകുന്ന ഒരു എഫക്റ്റാണ് സൂര്യപ്രകാശം തട്ടിയാലും ഉണ്ടാവും. അത് നമ്മുടെ കൊളാജൻ ഡീഗ്രഡേഷന് കാരണമാകും. അതായത് കൊളാജൻ ടൈപ്പ് 6 എന്ന് പറഞ്ഞൊരു കൊളാജൻ നമ്മുടെ സ്കിന്നിലുണ്ട്. ആ സ്കിന്നിൻ്റെ കൊളാജൻ എൻസൈമാറ്റിക് റിയാക്ഷൻസ് വഴി കുറഞ്ഞു വരും. അതിന് ഡീഗ്രഡേഷൻ സംഭവിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്കിന്നിൽ റിങ്കിൾസ് വരും. അപ്പോൾ പ്രിമച്വറായിട്ട് അധികം പ്രായമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് സ്കിന്നിൽ റിങ്കിൾസ് വരും. അതാണ് UV റേസ് സ്കിന്നിൽ തട്ടിയാൽ നമുക്ക് കുറേ നേരം എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറയും വൈറ്റമിൻ ഡിക്ക് നമുക്ക് സൺ എക്സ്പോഷർ വേണം, സൂര്യപ്രകാശം നമ്മൾ കൊള്ളണം എന്നൊക്കെ. പക്ഷെ ഫേസ് കവർ ചെയ്ത് കൊള്ളണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഒന്നുകിൽ സൺസ്ക്രീൻ ഇടാം, അല്ലെങ്കിൽ ഫേസ് മറ്റ് വസ്തുക്കൾ കൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഷോളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് മറയ്ക്കണം. കൈകാലുകളൊക്കെ വെയിൽ കൊള്ളിച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. പക്ഷെ ഫേഷ്യൽ സ്കിൻ നമ്മൾ ഡയറക്റ്റ് എക്സ്പോഷർ ടു സൺ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് ടാനിങ് വരും. അതുപോലെ തന്നെ പ്രിമച്ചർ ഏജിങ് സ്ഥിരമായിട്ട് നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ ഉണ്ടാകും. അതിലൊരു സംശയമില്ല. അത് അകാല വാർദ്ധക്യമാണ്. നമുക്ക് ശരിക്കും നമ്മുടെ ജനറ്റിക്കായ കാരണങ്ങളാൽ ഉണ്ടാവുന്ന വാർദ്ധക്യം അല്ല അത്. അപ്പോൾ നമുക്കത് തടയാവുന്നതാണ്. അപ്പോൾ എപ്പോഴും സൺസ്ക്രീൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം ഞാൻ സൺസ്ക്രീൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സൺസ്ക്രീനിന് നല്ലതും ചീത്തയായ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ചോയ്സാണ് പറഞ്ഞത്. സൺസ്ക്രീൻ ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ സ്കിൻ ഒരുപാട് സൺ എക്സ്പോഷർ കൊടുക്കാറുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇനി അഥവാ സൺ എക്സ്പോഷർ വന്നാൽ എന്ത് ചെയ്യണമെന്നും കൂടി ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒന്ന് ആൽമണ്ട് ഓയിലാണ്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. മറ്റൊന്ന് നമ്മൾക്ക് തൈര് അപ്ലൈ ചെയ്യാം. നമുക്ക് നല്ലൊരു എഫക്റ്റ് അതിനെ കൊണ്ട് കിട്ടും. പെട്ടെന്ന് നമ്മൾ വെയിലത്ത് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്കിന്നിൻ്റെ മുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറേ കുറഞ്ഞു കിട്ടും. പിന്നെ മറ്റൊന്ന് ഗ്രീൻ ടീ അപ്ലൈ ചെയ്യുന്നതാണ്. ഗ്രീൻ ടീ നമ്മൾ പലപ്പോഴും കണ്ണിന് ചുറ്റുമാണ് വെക്കാറുള്ളത്. പക്ഷേ ഗ്രീൻ ടീ നല്ലൊരു സൺ ടാൻ മാറാനുള്ള ഒരു ഏജൻറ്റാണ്. വളരെ നല്ലൊരു ഏജൻറ്റാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ നല്ല സൺ ടാൻ്റെ എഫക്റ്റ് മാറി കിട്ടാനുള്ള ഏജൻസാണ്. പിന്നെ സൺസ്ക്രീൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പുറത്ത് പോകുമ്പോൾ മിക്കവാറും പണ്ടൊക്കെ ആളുകൾ പറയാറുള്ളത് ജനലരികിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സൺസ്ക്രീനിനെ കുറിച്ചുള്ള പഠനങ്ങൾ പലതരത്തിലുണ്ട്. ഒരു റീസെൻറ്റ് സ്റ്റഡി പറഞ്ഞിരിക്കുന്നത് സൺസ്ക്രീൻ നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബ്ലഡിൽ അതിൻ്റെ കമ്പോണൻസ് കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം നല്ലതും ചീത്തയുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ സ്റ്റഡീസ് ഇതിൽ ആവശ്യമുണ്ട്. ഒരു പഠനമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ സ്റ്റഡീസ് അതിൽ ആവശ്യമാണ്. അപ്പോൾ അത് അങ്ങനെ
നമുക്കിനി ഇൻട്രിൻസിക് ഏജിങ്ങിനെ കുറിച്ച് പറയാം. ഇൻട്രിൻസിക് ഏജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നോർമലി ഒരു ഏജ് ആവുന്ന സമയത്ത് ഒരു 35-40 ഒക്കെ ആവുന്ന സമയത്ത് സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളാണ്. ചുളിവുകൾ മാത്രമല്ല വരിക, സ്കിന്നിൻ്റെ നിറം നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഹൈലറോണിക് ആസിഡ് കുറഞ്ഞു വരും എപ്പിഡെർമൽ സ്കിന്നിൽ. അതിപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സപ്പിൾ ലുക്ക് ഉണ്ടല്ലോ, നമ്മുടെ മിനുസമുള്ള ചർമ്മം, അതായത് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലുക്ക്, അതൊക്കെ കുറഞ്ഞു വരും നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ വളരെ കെയർ സ്കിന്നിന് ആവശ്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു 30 ക്രോസ് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങണത് നന്നായിരിക്കും. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിൽ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താൻ നന്നായിട്ട് വെള്ളം കുടിക്കണം. നമ്മൾ മുൻപ് കുടിച്ചതിനേക്കാളും വെള്ളം ഇടയ്ക്കിടെ കുടിക്കുക. സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. അതിനായിട്ട് ഒരു 3 ലിറ്റേഴ്സ് വെള്ളം ഏറ്റവും കുറഞ്ഞത് കുടിക്കുക. അപ്പോൾ അതും നമ്മൾക്ക് ഏജിങ് റിലേറ്റഡ് ആയിട്ട് സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും, വളരെയധികം സഹായിക്കും. പിന്നെ നമ്മൾക്ക് സ്കിന്നിൽ ഉണ്ടാവുന്ന ഏജ് റിലേറ്റഡ് ആയിട്ടുണ്ടാവുന്ന കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷൻസ്, പിന്നെ മെലാസ്മ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫേസ് പാക്സ് യൂസ് ചെയ്യാം. നാച്ചുറൽ ഫേസ് പാക്ക് യൂസ് ചെയ്യാം. പിന്നെ കോസ്മെറ്റിക് പ്രൊസീജിയർ ചെയ്യുന്ന ആൾക്കാർക്ക് അതും യൂസ് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ പല പല കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്, പീലിംഗ് അവൈലബിൾ ആണൊക്കെയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് മിക്കവാറും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. ഇന്ന് ഓയിൽ മസാജ് നമ്മുടെ സ്കിന്നിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് പറയുന്നത്. പല ഓയിൽസ് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം. ഇന്ന് ഞാൻ ആൽമണ്ട് ഓയിലിനെ കുറിച്ചാണ് പറയുന്നത്. ആൽമണ്ട് ഓയിൽ വൈറ്റമിൻ ഇ റിച്ച് ആണ്. വൈറ്റമിൻ ഇ റിച്ച് ആയ ഒരു വസ്തു ഒരു നല്ല ആൻറ്റി ഓക്സിഡൻറ്റും കൂടെ ആയിരിക്കും. അതിപ്പോൾ നമ്മൾ ഇൻറ്റേർണലി കഴിക്കുന്ന ഫ്രൂട്ടാണെങ്കിലും ഈ ആൽമണ്ട് തന്നെ ഇൻറ്റേർണലി കഴിക്കുകയാണെങ്കിലും ഒക്കെ വൈറ്റമിൻ ഇ റിച്ച് ആണ്. വൈറ്റമിൻ ഇ വളരെയധികം ഉള്ള ഒരു നട്ടാണ് ആൽമണ്ട്സ്. ആൽമണ്ട് ഓയിലിലും ഇഷ്ടംപോലെ വൈറ്റമിൻ ഇ ഉണ്ട്. അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ ലിനോളിക് ആസിഡും ഉണ്ട്. ഇത് രണ്ടും സ്കിന്നിന് വളരെ നല്ല ഏജൻസ് ആണ്. റിങ്കിൾസ് കുറയ്ക്കുവാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ റീജനറേഷന് സഹായിക്കും. പിന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാൻ വളരെ നല്ലതാണ് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാം. അതായത് നമ്മളിപ്പം ബിഫോർ ബാത്തോ ആഫ്റ്റർ ബാത്തോ യൂസ് ചെയ്യുക. കുറച്ച് നേരം അത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് സോഫ്റ്റ് മസാജ് കൊടുത്താൽ മതി. ഒരുപാട് റബ്ബ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ഒരു സോഫ്റ്റ് മസാജ് കൊടുക്കുക, അവിടെ വിടാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സ്കിന്നിൽ കാണാൻ തുടങ്ങും. റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിന്നിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും, ഗ്ലോ ഇമ്പ്രൂവ് ആവും. അപ്പോൾ സ്കിന്നിന് നല്ലൊരു തിളക്കം കൊടുക്കുവാനും ആൽമണ്ട് ഓയിൽ സഹായിക്കും. നമ്മുടെ സ്വാഭാവിക നിറം നിലനിർത്തുവാൻ ആൽമണ്ട് ഓയിൽ സഹായിക്കുന്നുണ്ട്. കാരണം വൈറ്റമിൻ ഇ റിച്ച് ആണ്. അത് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ നമുക്ക് സൂര്യാതപം അതുപോലെ സൂര്യാഘാതം രണ്ടും കാരണം സ്കിന്നിലുണ്ടാകുന്ന ടാൻ മാറിക്കിട്ടാൻ ആൽമണ്ട് ഓയിൽ സഹായിക്കും. വൈറ്റമിൻ ഇ റിച്ച് ആണല്ലോ. അപ്പോൾ അത് റെഗുലർലി യൂസ് ചെയ്താൽ മാത്രമേ അങ്ങനെയൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണുകയുള്ളൂ. പിന്നെ സ്കിന്നിൽ എല്ലാവർക്കും ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. വളരെ ഓയിലി സ്കിന്നുള്ള ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ, അതായത് മുഖക്കുരു വരാൻ സാധ്യതയുള്ള ഒരു സ്കിന്നാണെങ്കിൽ നമുക്ക് ഓയിൽ ആപ്ലിക്കേഷൻ റെക്കമെൻഡഡ് അല്ല. അപ്പോൾ അവർക്ക് മറ്റു സൊല്യൂഷൻസ് നോക്കേണ്ടി വരും. അപ്പോൾ ഇത് നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് മുഖത്ത് ഓയിൽ തേച്ചാൽ മുഖക്കുരു വരുന്നില്ലെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അത് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിരിക്കും. എനിക്ക് ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഏത് ഓയിലാണെങ്കിലും ഓക്കെ ആണ്. അതായത് ഒരു നോർമൽ സ്കിൻ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഡ്രൈ സ്കിന്നിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാവില്ല. നോർമൽ സ്കിൻ തന്നെ പലതരത്തിൽ കോമ്പിനേഷനൊക്കെ ഉള്ള ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അത് മുഖത്ത് ചിലർക്ക് ചില ഏരിയാസ് ഭയങ്കര ഓയിലി ആയിരിക്കും. അപ്പോൾ അവിടെ മുഖക്കുരു വരാനും സാധ്യത. നോക്കിയിട്ട് ചെയ്യുക. ജനറലി ആൽമണ്ട് ഓയിൽസിന് ഈ പറഞ്ഞ എഫക്റ്റൊക്കെ ഉണ്ട്. വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള റിങ്കിൾസ് കുറയ്ക്കുവാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ആൽമണ്ട് ഓയിൽ നിങ്ങൾ റെഗുലർലി ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ആൽമണ്ട് ഓയിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നെക്കിലും അതുപോലെ തന്നെ ഫേസിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഈവൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഒരു നോർമലായിട്ടുള്ള ഒരു മിനുസവും അതുപോലെ തന്നെ തിളക്കമൊക്കെ നിലനിർത്തുവാൻ സഹായിക്കും. അപ്പോൾ ആൽമണ്ട് ഓയിലിന് മാത്രമല്ല, ഓലിവ് ഓയിലിനും അതുപോലെ തന്നെ ഹോബ ഓയിലിനൊക്കെ അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഈവൻ നമ്മുടെ വെളിച്ചെണ്ണ വരെ വളരെ നല്ല ഓയിലാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിന്നിലും ഹെയറിലും. അപ്പോൾ ഇതെല്ലാം പക്ഷേ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല.
ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് സ്കിന്നിൽ മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും താരൻ വരുന്നവരുമുണ്ട്. അപ്പോൾ അവർക്ക് അത് റെക്കമെൻഡഡ് അല്ല. പക്ഷേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്താൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. മുടിയിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും. മുടിയിലാണെങ്കിൽ മുടിയുടെ തിളക്കത്തിന് നല്ലതാണ്. പക്ഷേ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെർബൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അവിടെ റിട്ടേൺ ചെയ്താലാണ് ഡാൻഡ്രഫൊക്കെ വരുന്നതും ഒക്കെ മുടി പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ മുടിയിൽ ഫംഗസ് ഉണ്ടാവാനൊക്കെ കാരണം ആവുന്നത്. പക്ഷേ നമ്മൾ റെഗുലർലി ആഴ്ചയിൽ 1-2 തവണ ഓയിൽ അപ്ലൈ ചെയ്യാം. ആൽമണ്ട് ഓയിലും നമുക്ക് തലയിലും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ അതായത് ഹെയറിലും അപ്ലൈ ചെയ്യാം, അതുപോലെ ഫേസിലും അപ്ലൈ ചെയ്യാം. അത് രണ്ടും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ബ്യൂട്ടി എൻഹാൻസിങ് ഏജൻ്റാണ് ആസ് എ ഹെയർ ഓയിൽ, അതുപോലെ തന്നെ ഒരു സ്കിന്നിൽ നമുക്കൊരു ആൻറ്റി ഏജിങ് ഓയിലായിട്ട്. ഓക്കെ, കീപ്പ് ഓൺ വാച്ചിങ് സാംസർ വെൽനസ്.